കുറച്ച് ദിവസമായിട്ട് നമ്മളെ നോട്ടപ്പുള്ളി ആയിട്ടാ ഈ ഒരു ഐറ്റം. ഇതിന്റെ സീസണായി നമുക്ക് മനസ്സിലായത് നമ്മൾ 1-2 വട്ടം തിരൂർക്ക് പോയപ്പോൾ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഒക്കാക്കാർ ഇതിങ്ങനെ വെട്ടി നല്ല കുട്ടപ്പന്മാരാക്കി വെക്കുന്നുണ്ടാ. ഇതിപ്പോ നമ്മളെ തിരൂര് ഇലക്ട്രിസിറ്റിന്റെ തൊട്ടപ്പുറത്തായിട്ടാട്ടാ ഈ കാക്ക ഇരിക്കണത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പം ഇതിങ്ങനെ വെട്ടണ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ കൊണ്ടേ പൈസക്ക് വാങ്ങണ കപ്പ തന്നെ ഇരുന്ന് കഴിക്കുമെന്നായിരുന്നു എൻ്റെ പേടി. അവിടെ എത്തിയപ്പോഴേ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവരോടൊന്നും പേശാൻ പാടില്ല കേട്ടാ. ഇവരോട് പേശാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. ഇവരടുത്തൊരു ഫാനോ AC ഒന്നില് തണൽ പോലും ഇല്ല. വെയിലത്തിരുന്നിട്ടാണ് ഇവരിതൊക്കെ വെട്ടി നമുക്ക് വൃത്തിയാക്കി തരുന്നത്. അപ്പം നമ്മൾ ഇവരോട് പോയി പേശുന്നത് നല്ലതല്ലല്ലോ. നമ്മൾ 20 എണ്ണം 200 രൂപ വാങ്ങിയത്, 10 എണ്ണത്തിന് 100 രൂപ. ഇവരോടൊന്നും ആരും പോയി പേശരുത്. പാവങ്ങളാണ് അവർ. ഇതുകൊണ്ടാവും ചിലപ്പോൾ അവർ ജീവിക്കല്. ഇനിയിപ്പോൾ അവരുടെ നാട്ടിൽ എന്തോ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അവർ ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ടത് റെഡിയാക്കണില്ല. എവിടെങ്കിലും നിങ്ങൾ കണ്ടിക്കണ ഇത് മലയാളികൾ ഉണ്ടാക്കുന്നത്? ഞാൻ കണ്ടോടത്തോളം കാലം ഇത് വെട്ടണത് എപ്പോഴും തമിഴന്മാരാരെങ്കിലൊക്കെ ആവട്ടാ. എന്തായാലും നമ്മളങ്ങനെ പേശാത്തോണ്ടും കുറച്ചധികം സാധനം വേങ്ങാണ്ടൊന്നും ഒന്നും അറിയില്ല. ഞമ്മക്ക് അവർ 2-3 എണ്ണം എക്സ്ട്രാ തന്ന്, പിന്നെ എനിക്ക് അവിടെ നിന്ന് തിന്നാനും തന്ന്. ഏതായാലും ഞമ്മക്ക് ഗോളടിച്ച്. കിഡിലും ടേസ്റ്റ് ആട്ട. നല്ല ഇളയതൊക്കെ വയലിട്ട അലിഞ്ഞു പോവും. നമുക്കിത് ഇവിടെ നൊങ്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പല സ്ഥലത്തും പല പേരിലാണ്. ഐസാപ്പിൾ എന്ന് ഇതിന് ഇംഗ്ലീഷ് പറയും. ഈ സംഗതി എത്ര കഴിച്ചാലും മതിയാവില്ലട്ട. ഓവർ മധുരമല്ല, എന്നാൽ അങ്ങോട്ട് മധുരം ഇല്ലായല്ല. രണ്ടിന് മീഡിയത്തിൽ നിൽക്കുന്ന ടേസ്റ്റാണ്. ഇതിന് തോല് ആൾക്കാർ കഴിക്കും, പക്ഷെ ഞങ്ങൾ കഴിക്കലില്ല. ഞാൻ എപ്പോഴാണ് തോല് കളഞ്ഞിട്ടാണ് കഴിക്കല്. നല്ല ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ജ്യൂസൊക്കെ ഉണ്ടാവും. അതും ഇങ്ങനെ ഒരു കഷ്ണം കണ്ട് കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ 2 വട്ടം വാങ്ങിക്കഴിഞ്ഞ്. പിന്നെ എയ്സൂനിത് ആദ്യമായിട്ടാണ് നമ്മൾ വാങ്ങി കൊടുക്കണത്. വീട്ടിലെത്തി തോലൊക്കെ വൃത്തിയാക്കി അവൾക്കൊരു കഷ്ണം കൊടുത്തപ്പോൾ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ തീരെ ഇഷ്ടപ്പെടായില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഒരു കഷ്ണം കടിച്ച് പിന്നെ അവളത് അവിടെ നിർത്തി. പിന്നെ ഇടക്കൊന്ന് കൊടുത്തപ്പോൾ അവളൊന്നും കടിച്ച്. എന്നാലും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്കും ഉപ്പാക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഉള്ള സമയത്ത് നല്ല ഇളയത് നോക്കിയതിന് വേങ്ങും. പക്ഷെ നമ്മൾ ചില സമയത്ത് വേങ്ങുമ്പോൾ കുറച്ച് മൂത്തതൊക്കെ ആവും. പക്ഷെ നമ്മൾ ആ കാക്കാനോട് പറഞ്ഞു, കാക്ക കുറച്ച് ചെറുത് ഇളയതെടുത്താൽ മതിയെന്ന്. അങ്ങനെ നല്ല ഐറ്റം തന്നെ ഞമ്മക്ക് തന്നിക്കണിട്ട് അവർ.